ഈ തമാശകളും ഈ രസങ്ങളുടെ അപ്പുറത്തേക്ക് ഈ സിനിമ ഒരു പഴയ പ്രിയദർശൻ അല്ലെങ്കിൽ പ്രിയങ്ങളുടെയൊക്കെ സിനിമകൾ ഓർമ്മപ്പെടുത്തുന്ന പോലത്തെ ഒരു ഫൺ ഫാമിലി എന്റർടൈനർ ആണ് ഈ സിനിമ. കാരണം ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് നടന്മാരുള്ള ഒരു സിനിമ, ഒരു വലിയ സിനിമയാണ്. ആ രസങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ തിയേറ്ററിൽ ആൾക്കാർ ചിരിക്കാനും അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ല ഹ്യൂമറുള്ള അല്ലെങ്കിൽ നല്ല രസമായിട്ടുള്ള കുറേ ഇൻസിഡൻസ് ഉള്ള ഒരു കോർപ്പറേറ്റുള്ള ഒരു സിനിമയാണിത്. അതിൽ ഇന്നത്തെ ദിവസം രഞ്ജിന്റെ ദിവസമാണ്. അപ്പോൾ മ്യൂസിക് ലോഞ്ച് എന്ന് പറയുമ്പോൾ രഞ്ജിൻ ഏറ്റവും റിസ്ക് എടുക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ്. കാരണം രഞ്ജിൻ 2 സിനിമയിൽ പാട്ട് പാടിച്ചിട്ടുണ്ട്. ആദ്യത്തെ സിനിമ കുഞ്ഞമ്മണീസ് ഹോസ്പിറ്റലിൽ രഞ്ജിൻ എന്നൊരു പാട്ട് പാടിപ്പിച്ചു. ഈ സിനിമയിൽ ഞാനും വിഷ്ണുവും ചേർന്ന് പാടുന്ന ഒരു പാട്ടുണ്ട്. അപ്പോൾ വിഷ്ണു പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിഷ്ണുവാണ് ആദ്യം രാവിലെ വന്ന് പാട്ട് പാടിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ കാണുന്ന വിഷ്ണുവിന്റെ പാട്ട് കേട്ട് ഞാൻ എന്തിനാണ് ഇങ്ങനെ പാടുന്നത്, എന്ത് ഓവറായിട്ടാണ് ഇങ്ങനെ പാടുന്നത്. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പാടിയ പോലായിരുന്നു ഈ പാട്ട്. ഞാൻ ചിരിക്കുന്ന സമയത്താണ് എന്നെ പാടാൻ വിളിക്കുന്നു. അങ്ങനെ ഞാൻ പാടുന്ന സമയത്ത് എനിക്കിപ്പോൾ എല്ലാം കറക്റ്റായി തോന്നുന്നു, ഞാൻ പാടിയാൽ മതി. ആ സമയത്ത് വിഷ്ണു മാറി നിന്നിട്ട് ഞാൻ ഹെഡ്ഫോൺസ് ഒക്കെ വെച്ചിട്ട് പാട്ട് പാടുന്നൊരു വീഡിയോ വിഷ്ണു ഫോണിൽ ഷൂട്ട് ചെയ്തിട്ട് എന്റെ ഫോണിൽ ഷൂട്ട് ചെയ്തിട്ട് ഇതൊന്ന് കണ്ടു നോക്കൂന്ന് പറഞ്ഞിട്ട് വിഷ്ണു കാണിച്ചു. അതാണ് ഞാനിപ്പോ അലാമായിട്ട് വെച്ചിട്ടുള്ളത്. കാരണം വിഷ്ണു എത്രയോ വലിയ സ്റ്റിക്കറാണെന്നുള്ളത് ഞാൻ അവിടെ തിരിച്ചറിയുകയും